നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഓ യോ, കുടുംബത്തെയും കുടുംബക്കാരെ പറ്റിയൊക്കെ പറഞ്ഞപ്പോ അവക്കും കയറി നൊന്തു. നീ ഒട്ടും മോശമല്ലല്ലോ. നീ അവരെയൊക്കെ കടത്തി വിട്ടുകയല്ലടി. നിനക്ക് ഇപ്പോഴും അവരുമായിട്ട് വല്ല ബന്ധമുണ്ടോടി? അയ്യോ ഇല്ല, ഞാനിവരെ കണ്ടിട്ടോ വിളിച്ചിട്ടോ നാളുകളായി. ഒന്ന് പോയി കണ്ടുകൂടായിരുന്നോടി അവരെ? എന്തൊക്കെയാന്ന് പറഞ്ഞാലും നിന്നെ ഇത്രയും നന്നാക്കി വളർത്തിയ മാതാപിതാക്കളല്ലായിരുന്നോ? അതിന് ജഗദീഷേട്ടൻ സമ്മതിച്ചിട്ട് വേണ്ടേ? അപ്പൊ എന്റെ സമ്മതം ഉണ്ടാതി നീ പോയേനെ. ഇനി എന്നെ വെട്ടിച്ചെങ്ങാനും നീ അങ്ങോട്ട് പോയാ അത് നിന്റെ എന്നേക്കുമായിട്ടുള്ള പോക്കായിരിക്കും. ജഗദീഷേട്ടാ, ഒരു പോക്കെന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലെ. വിത്തുഗുണം പത്തുഗുണം എന്നൊക്കെ പറയാറില്ലേ? നീയും അവരിൽ നിന്ന് ഒട്ടും വ്യത്യസ്തയല്ല. എന്നെ പേടിച്ചടങ്ങിയിരിക്കുക. അവസരം ഒന്ന് ഒത്തു കിട്ടിയ അപ്പ പത്തി വിടർത്തും കൊത്താൻ. കരയണ്ട. കള്ളക്കരച്ചിലൊന്നും എനിക്ക് കാണണ്ട. അഭ്യാസമൊക്കെ എനിക്ക് മനസ്സിലാവൂടി. ആ വയ്യാവേലി ഉണ്ടല്ലോ, നിന്റെ നാത്തൂർ മൈഥിലി, അവളെ എങ്ങനെങ്കിലും ഈ ചെമ്പകമംഗലത്ത് പൊക്കച്ചൊന്ന് പുറത്തേ അടിക്കും. അവളെ നീ ഇവിടുന്ന് തുരത്തി വിട്ട നീ ഇന്നലെ വരെ ചെയ്ത എല്ലാ തെറ്റുകളും ഞാനങ്ങ് മറക്കും. ഉറപ്പ്. പറയുന്നുണ്ടല്ലോ ഞാൻ ഒളിച്ചോടിന്ന്. ഞാനും വൈശാഖം തമ്മിൽ അടുക്കാൻ ഇടനില നിന്നതും ഞങ്ങൾ എവിടെ ഒളിച്ചോടാൻ ഏറ്റവും കൂടുതൽ സഹായിച്ചതേ ഇവളാ, ഈ മീനാക്ഷി. എന്താ ACP ഉറങ്ങുന്നില്ലേ? ഉറങ്ങുന്നില്ലേന്ന്? എനിക്ക് ഉറക്കം വരുന്നില്ല. നീ പോയി കിടന്നു. ഞാൻ പറഞ്ഞ ആ പച്ചക്കള്ളം കാർത്തിയുടെ മനസ്സിലൊരു മുറിവായിട്ടുണ്ട്. മുറിയാൻ തന്നെയാ ഞാനത് പറഞ്ഞത്. എന്താ ACP വല്ലാതെ സീരിയസ് ആയി നിൽക്കുന്ന? ACP ഒന്നുമില്ല. അവള് പറഞ്ഞ നുണ വീണ്ടും മേസിപ്പിയുടെ മനസ്സിൽ കൊണ്ടു അല്ലേ? മീനാക്ഷി, എനിക്ക് അല്പം സ്വസ്ഥത. എനിക്ക് എന്തൊക്കെയോ ടെൻഷൻസ് ഉണ്ട്. ഞാൻ ACPയുടെ ഭാര്യയല്ലേ, എനിക്കത് അറിയണ്ടേ? നീ അറിയേണ്ടതായി തൽക്കാലം ഒന്നുമില്ല. അവര് തമ്മിലുള്ള അകൽച്ച പതുക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇനി തമ്മി തല്ലി പിരിയണം. അതിനുള്ള വഴിയാ ആലോചിക്കേണ്ടത്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.